ഉത്തർപ്രദേശിലെ ഗാസിയാബാദിലെ 17-കാരന്റെ കൊലപാതകത്തിൽ പ്രധാന പ്രതി പോലീസ് ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു. ഘോഡ സ്വദേശിയായ അസദാണ് കൊല്ലപ്പെട്ടത്. 50,000 രൂപ ഇനാം പ്രഖ്യാപിച്ചിരുന്ന പ്രതിയെ പിടികൂടുന്നതിനിടെ ഒരു പോലീസുകാരനും പരിക്കേറ്റു. ഈ കഴിഞ്ഞ 28-ന് ഖോദയിലെ നവനീത് വിഹാർ കോളനിയിൽ വെച്ചുണ്ടായ വാക്കുതർക്കത്തിനിടെയാണ് 11ാം ക്ലാസ് വിദ്യാർത്ഥിയായ സൂര്യ ചൗഹാൻ എന്ന 17-കാരന് കുത്തേൽക്കുന്നത്. ഗുരുതരമായി പരിക്കേറ്റ സൂര്യയെ നോയിഡയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും വെള്ളിയാഴ്ചയോടെ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. പ്രതികളും കൊല്ലപ്പെട്ട വിദ്യാർത്ഥിയും സുഹൃത്തുക്കളായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. ബൈക്ക് ഓടിക്കുന്നതിനിടെ ചൊല്ലിയുണ്ടായ തർക്കം വാക്കേറ്റത്തിൽ കലാശിക്കുകയും ഇതിനിടെ ചൗഹാന് കുത്തേറ്റെന്നുമായിരുന്നു പോലീസിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട്. എന്നാൽ പോലീസ് വാദം പാടെ തള്ളിക്കളഞ്ഞ കുടുംബം സൂര്യ ചൗഹാനെ ഫോണിലൂടെ വിളിച്ചു വരുത്തുകയായിരുന്നുവെന്നും അക്രമി സംഘം ആസൂത്രിതമായി കൊലപ്പെടുത്തിയെന്നും ആരോപണം ഉന്നയിച്ചു. പിന്നാലെ വലിയ പ്രതിഷേധമുയരുകയും പോലീസ് ഉടൻ തന്നെ കേസിലെ 3 പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. എന്നാൽ മുഖ്യപ്രതിയായ അസദ് ഒളിവിൽ പോവുകയായിരുന്നു. ഇയാളെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് പോലീസ് 50,000 രൂപ പ്രതിഫലവും പ്രഖ്യാപിച്ചിരുന്നു. ഇന്ന് പുലർച്ചെയോടെ പ്രതി ഒളിച്ചിരുന്ന സ്ഥലം കണ്ടെത്തിയ പോലീസ് പ്രദേശം വളയുകയായിരുന്നു. പോലീസ് എത്തിയെന്ന് മനസ്സിലാക്കിയ പ്രതി പോലീസിന് നേരെ വെടിയുതിർത്തു. തുടർന്നുണ്ടായ ഏറ്റുമുട്ടലിനിടെയാണ് പ്രതിക്ക് പരിക്കേറ്റത്. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ചികിത്സയിലിരിക്കെ ഇയാൾ മരണപ്പെടുകയായിരുന്നു. ഏറ്റുമുട്ടലിൽ ഒരു പോലീസ് കോൺസ്റ്റബിളിനും പരിക്കേറ്റിട്ടുണ്ട്. നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം.